ഹായ്, ഞാൻ അനുദീപ്. ഇന്ന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ബിക്കോസ് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്ന് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. വെറുതെ സിലബസ് പഠിച്ച് പോയിട്ടും കാര്യമില്ല. നമ്മുടെ മാനസികാരോഗ്യം, മനസ്സിൻ്റെ ശക്തി അത് സ്ട്രോങ് ആയിട്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചെയ്ത വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഓവർ തിങ്കിങ് എങ്ങനെ കുറയ്ക്കാം. അത്തരത്തിൽ മെൻ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിലെ മോട്ടിവേഷൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ധാരാളം വീഡിയോസ് കിട്ടും. മേജർ എക്സാംസിൻ്റെ ഒക്കെ തലേന്ന് ഞങ്ങൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് സെഷൻസ് വെക്കാറുണ്ട്. ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലും അതുപോലെ തന്നെ ഫ്രീ കണ്ടന്റ് ആയിട്ട് യൂട്യൂബ്, ടെലിഗ്രാം വഴി ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ നിങ്ങൾ കടന്നു പോകുന്ന സ്ട്രെസ്, ആങ്സൈറ്റി അതൊക്കെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതിനൊരു ഇമ്പാക്ട് എനിക്ക് ശരിക്കും അറിയാം. സുപ്രീം കോടതിയും ഈ ഒരു ഡയമെൻഷൻ വളരെ പ്രസക്തമായിട്ടുള്ള ജഡ്ജ്മെന്റ് ഇപ്പം നടത്തിയിട്ടിരിക്കുക. പുതിയതായി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് സുപ്രീം കോടതി നമുക്ക് വേണ്ടി ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് മെന്റൽ ഹെൽത്ത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയി തന്നെ പഠിക്കണം. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകളാണ് വരുന്നത്. PSC, UPSC പരീക്ഷകൾക്ക് അതിന് റാങ്ക് അടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അതാണ്. അപ്ഡേറ്റഡ് ആയി പഠിക്കുക, പൾസ് അറിഞ്ഞ് പഠിക്കുക, പരീക്ഷയുടെ പൾസ് അറിഞ്ഞ് പഠിക്കുക. അത്തരത്തിൽ ഈ ഒരു കണ്ടന്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെയിലി രാവിലെ അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് നിങ്ങൾ UPSC, PSC എക്സാംസിന് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് സുപ്രീം കോടതിയുടെ ജഡ്ജിമെന്റ്. ആ ജഡ്ജിമെന്റ്, സുപ്രീം കോടതി എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അൾട്ടിമേറ്റ് ഇന്റർപ്രറ്റർ, ഏറ്റവും പരമമായ വ്യാഖ്യാനം നടത്താനുള്ള കഴിവ് സുപ്രീം കോടതിക്കാണുള്ളത്. കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഫിലോസഫിക്കൽ ആണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ട്. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾ 21 പറയുന്നൊരു കാര്യമാണ് നമുക്ക് ജീവിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. അപ്പൊ എന്താണ് ലൈഫ്? അതൊരു ഫിലോസഫിക്കൽ ചോദ്യമാണ്. അതിന് ഉത്തരം തരുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്, വെറും ആനിമൽ എക്സിസ്റ്റൻസ്, ഒരു മൃഗത്തെ പോലെ ജീവിക്കുക എന്നുള്ളതല്ല ലൈഫ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പണ്ട് കവി പറഞ്ഞതുപോലെ അതല്ല ലൈഫ്. ലൈഫ് എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആവണം, അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പുട്ടുസ്വാമി ജഡ്ജിമെന്റിൽ പ്രൈവസി, സ്വകാര്യത ഒരു മൗലിക അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിൾ 21 ലൈഫ് എന്ന് പറയുന്നതിന് അണ്ടറിൽ അത് സുപ്രീം കോടതി മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ റീസെന്റ് ആയി സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്ന മൗലികാവകാശത്തിനുള്ളിൽ ആഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പുതിയൊരു മൗലികാവകാശമാണ് മെന്റൽ ഹെൽത്ത്. ഇത് ഏത് ജഡ്ജിമെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഏത് സുപ്രീം കോടതി വിധിയുടെ ഭാഗമായിട്ടാണ് വന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ സുഖ്ദേവ് ഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് 2025. ഒരു അച്ഛന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഈ മഹത്തായ ജഡ്ജിമെന്റ് പിന്നിലുള്ളത്. വിശാഖപട്ടണത്ത് വെച്ച് ഇദ്ദേഹത്തിന്റെ മകൾ നീറ്റ് പരീക്ഷയുടെ പ്രഷർ താങ്ങാൻ കഴിയാതെ സൂസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനെതിരെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. സൂസൈഡ് എന്നൊക്കെ പറഞ്ഞ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഒരു പബ്ലിക് ത്രെഡ്, ഒരു സാമൂഹിക വിപത്തായിട്ട് ആരും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഉഴപ്പി, ഇദ്ദേഹം കോടതിയിൽ പോയി. അങ്ങനെ കോടതി അത് CBIക്ക് വിട്ടു ആ കേസ്. ഇത് സ്ട്രക്ചറൽ വയലൻസ് ആണ്, സോഷ്യൽ ഇൻജസ്റ്റിസ് ആണെന്നുള്ള രീതിയിൽ കോടതി വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. ഇവിടെയാണ് പറയുന്നത് ഈ കോച്ചിങ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, അവിടെയൊക്കെ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നില്ല. അവരെ പേടിപ്പിക്കുക, പഠിപ്പിക്കുക, അതാണ് ലൈഫ്. അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ സൂയിസൈഡ് എപ്പിഡമിക് എന്നാ പറയുന്നത്, ഒരു പകർച്ചവ്യാധി പോലെ ആത്മഹത്യ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഡിപ്രഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെന്റൽ ഇഷ്യൂസിലേക്ക് പലപ്പോഴും UPSC, PSC ആസ്പിറൻസ് പോകാറുണ്ട്. അതിന്റെ മെയിൻ റീസൺ ഇതാണ്, അവർക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വരുന്ന കണ്ടന്റുകൾ ധാരാളം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സൈക്കോളജിക്കൽ ടെക്നിക്സ്, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചാർജ് ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, മോട്ടിവേഷന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഒരു ജഡ്ജിമെന്റിന്റെ പ്രസക്തി എന്ന് നോക്കാം. ഓക്കെ, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ സൂയിസൈഡ്, വിദ്യാർത്ഥികൾക്കിടയിലുള്ള സൂയിസൈഡ് ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ടും സ്ട്രക്ചറൽ വയലൻസ് ആയിട്ടും കണക്കാക്കപ്പെടുന്നത്. എന്താ സ്ട്രക്ചറൽ വയലൻസ്? ഇപ്പം ഒരു സൊസൈറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ പ്ലാൻ ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരാളെ അയാളുടെ അവകാശങ്ങളിൽ നിന്നും ഏലിയനേറ്റ് ചെയ്ത് അയാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് സ്ട്രക്ചറൽ വയലൻസ് ആണ്. സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. പുറത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പിന് അതിനകത്ത് ഇൻഫ്ലുവൻസ് ഇല്ല എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ധാരണ. പക്ഷെ തെറ്റാണ്. സുപ്രീം കോടതി പറയാണ് സൂയിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ പബ്ലിക് ഇൻജസ്റ്റിസ് ആണ്, അല്ലാതെ വെറും ഒരു പ്രൈവറ്റ് ഇഷ്യൂ അല്ല.
സമൂഹത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പബ്ലിക് ഇൻജസ്റ്റിസ്, സാമൂഹികമായ അനീതിയാണിത്. അപ്പൊ അവിടെ അങ്ങനെ പ്രഖ്യാപിച്ചുള്ള ഗുണം എന്താണെന്നറിയോ? രാഷ്ട്രം, സ്റ്റേറ്റിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പബ്ലിക്കിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാ? രാഷ്ട്രത്തിനാണ്, സ്റ്റേറ്റിനാണ്, ഗവൺമെന്റിനാണ്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷെ പബ്ലിക് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ ഇതിനെ സോൾവ് ചെയ്യാനുള്ള അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി കാര്യങ്ങളൊക്കെ മാറി പറയും. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് മെന്റൽ ഹെൽത്ത് ആക്ട് ഉണ്ടല്ലോ, 2017 തന്നെ നമ്മൾ മെന്റൽ ഹെൽത്ത് ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആക്ടിന് അണ്ടറിലാണ് സൂയിസൈഡ് ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല എന്നൊക്കെ പ്രഖ്യാപിച്ചത്. പണ്ട് സൂയിസൈഡ്, ആത്മഹത്യാശ്രമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമായിരുന്നു. പക്ഷെ ഇപ്പോൾ സൂയിസൈഡ് ഒരു കുറ്റമല്ല, ഒരു മെന്റൽ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുള്ളത് തന്നെ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, ശിക്ഷയല്ല. അതാണ് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ്. അതൊക്കെ ഈ ഒരു ആക്ടിന്റെ ബെനിഫിറ്റിലാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഈ ആക്ട് വന്നതുകൊണ്ട് മെന്റൽ ഹെൽത്ത്, മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വെറും ഒരു നിയമപരമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് മാത്രമായിരുന്നു. പക്ഷേ ഷാ ജഡ്ജ്മെന്റിന് ശേഷം മൗലിക അവകാശമാണ് മെന്റൽ ഹെൽത്ത്. അതായത് ഒരു ലീഗൽ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റൈറ്റ് ടു പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ റൈറ്റ് ടു അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സും ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുമാണ്, ലീഗൽ റൈറ്റുമാണ്. പക്ഷെ അതിനൊക്കെ അത്രയ്ക്കുള്ള പവറേ ഉള്ളൂ. പക്ഷെ ഒരു അവകാശം, മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നേരിട്ട് പോകാം. അപ്പൊ അതാണ് അതിന്റെ ഹൈലൈറ്റ്. സോ മെന്റൽ ഹെൽത്ത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, വേറെ ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് മാത്രമല്ല. അപ്പം ചോദ്യം വരാം, മെന്റൽ ഹെൽത്ത് ഈസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, അത് റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. തൊട്ടുതാണ് മെന്റൽ ഹെൽത്ത് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, അതും ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് സ്വയം ഫ്രെയിം ചെയ്ത് പഠിച്ചു മുന്നോട്ട് പോകാം. ഓക്കെ, അതാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോ ഇതിന്റെ പെർസ്പെക്റ്റീവിൽ സുപ്രീം കോടതി ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡറിന്റെ പേരാണ് ഷാ ഗൈഡ് ലൈൻസ്. നമുക്ക് അടുത്ത ചോദ്യമായിരിക്കും, വാട്ട് ഈസ് ഷാ ഗൈഡ് ലൈൻസ്, വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഷാ ഗൈഡ് ലൈൻസ്? അപ്പോൾ സ്കൂളുകളും കോളേജുകളും അല്ലെങ്കിൽ ഹോസ്റ്റൽസ്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്തും കൂടെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഷാ ഗൈഡ് ലൈൻസിൽ പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഇതിന് വേണ്ടി റൂൾസ് ക്രിയേറ്റ് ചെയ്യണം സുപ്രീം കോടതി പറയുന്നുണ്ട്. ആ റൂൾസ് പ്രാബല്യത്തിൽ വരുന്നവരെ ഈ ഷാ ഗൈഡ് ലൈൻസിന് സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പവർ കാണും. ഇത് ചെയ്തേ പറ്റത്തുള്ളൂ ആൾക്കാർ. നമ്മളിത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം കുട്ടികൾ, മനസ്സാണ് ദൈവം. മനസ്സ് കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ട് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് തന്നെ ഫോക്കസ് ചെയ്യുക. മെന്റൽ ഹെൽത്ത് കോംപ്രമൈസ് ചെയ്യുന്ന ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി. അതായത് സ്റ്റേറ്റിന്, ഇപ്പൊ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ ഒരു രാഷ്ട്രം, സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അത് സ്റ്റേറ്റ് ജനങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടെന്നുള്ളത് സ്റ്റേറ്റ് ഉറപ്പ് വരുത്തണം. അപ്പം ഇനി മുതൽ മെന്റൽ ഹെൽത്തും ഒരു സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി ആണ്, ഡോക്ട്രിൻ ഓഫ് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി അണ്ടറിൽ വരുന്നതാണ്. ഡോക്ട്രിൻ ഓഫ് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ലോയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ ഒരു ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, രാഷ്ട്രത്തിന് ഉത്തരവാദിത്തം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ എടുത്താൽ മതി. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക, ആഴത്തിൽ പഠിക്കുക. ഇത്തരത്തിലുള്ള പവർഫുൾ കണ്ടന്റുകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ്, ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. നിങ്ങൾക്ക് അഫോർഡബിൾ കോഴ്സിന്റെ ഭാഗമായി സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ അഫോർഡബിൾ PSC ബാച്ചസ് സ്വന്തമാക്കാവുന്നതാണ്. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് വിവിധ വാലിഡിറ്റിയിൽ കോഴ്സുകൾ കിട്ടുന്നതാണ് കേട്ടോ. യെസ്, അപ്പോൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ബാച്ചിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തും ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് പഠിപ്പിച്ചിട്ട് വിടുക എന്നുള്ളത് കൊണ്ട് ഒരു ഗുണവും ഇല്ല ആർക്കും. അത് നമ്മുടെ മൈൻഡ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. സോ ഇപ്പം തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക, മെന്റൽ ഹെൽത്ത് എന്ന് കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.